കേരള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. കേരള PSC ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ്. വേക്കൻസി വരുന്നത് മൊത്തം 2 വേക്കൻസിയാണ്. എന്നാൽ വേക്കൻസി ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ്. അതായത് അപേക്ഷകർ 2/1/93-നും 1/1/2005-നും അകത്ത് ജനിച്ചവരായിരിക്കണം. ഇതിൽ തന്നെ OBC-കാർക്ക് 3 വർഷത്തെയും SC/ST-കാർക്ക് 5 വർഷത്തെയും വയസ്സുള്ളത് കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാ ഡിഗ്രിക്കാർക്കും പറ്റില്ല. സയൻസിലോ എഞ്ചിനീയറിംഗിലോ ഡിഗ്രി എടുത്തവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഡിഗ്രി ഇൻ സയൻസിൽ സയൻസ് സബ്ജക്ട് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ഫോറസ്ട്രി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമെറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, വെറ്റിനറി സയൻസ്, സുവോളജി ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. അതല്ല എഞ്ചിനീയറിംഗിലാണ് ബിരുദമുള്ളവരെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് അഗ്രികൾച്ചർ, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ബിരുദമായിരിക്കണം. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 163 സെന്റിമീറ്റർ ഉണ്ടാവണം. അതുപോലെ തന്നെ ചെസ്റ്റ് 79 സെന്റിമീറ്റർ മിനിമം ഉണ്ടാവണം. 5 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുവാനും കഴിയണം. ഫീമെയിൽസിന് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് 150 സെന്റിമീറ്റർ ആണ്. അടുത്തത് വാക്കിംഗ് ടെസ്റ്റ് ആണ്. വാക്കിംഗ് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽസിന് 25 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് നടന്നെത്താൻ കഴിയണം. അതുപോലെ ഫീമെയിൽസിന് പറഞ്ഞിരിക്കുന്നത് 16 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് നടന്നെത്താൻ കഴിയണം. ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 277/2024 അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന തീയതി 3/10/2024 കേരള PSCയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ് ഈ ഒരു അപേക്ഷ അയക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.